ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 10 കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള പോലെ അവളുടെ സംസാരം. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ നോക്കിക്കോ, പൃഥ്വിയെ ഞാൻ എങ്ങനെ എന്റെ കൈക്കുള്ളിലാക്കുമെന്ന് കാണിച്ചു തരാം. അത് മതി. വലിയ പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോ പാവങ്ങളെ മറക്കാതിരുന്നാ മതി. ഒന്ന് കൂടി. വേണ്ട രീതിയിൽ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ആ വഴിയൊക്കെ നമ്മുടെ ടീം ശ്രമിച്ചതാണ് മാഡം, പക്ഷെ ഒരു രക്ഷയില്ല. മറ്റുള്ളവർക്കൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് മാത്രം എന്താ കിട്ടാത്തെ? സഞ്ജയ് സാറിന് മാത്രമാണ് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുള്ളത്. സാറിനെ കുറിച്ച് മാഡത്തിന് അറിയാവുന്നതല്ലേ. ഏത് വിവരവും ചെകഞ്ഞെടുക്കാൻ ഇന്റലിജൻസ് ടീമിനേക്കാൾ കഴിവുണ്ട് സഞ്ജയ് സാറിന്. പിന്നെ മാഡം, ഡിപ്പാർട്ട്മെന്റിന്റെ രഹസ്യം ഒരു പരിധിയിൽ കൂടുതൽ അന്വേഷിക്കാനോ ഫോണിൽ സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അതൊക്കെ വലിയ പ്രശ്നമാവും മാഡം. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെ ന്യായീകരിച്ച് രക്ഷപ്പെടാന്ന് കരുതണ്ട. എനിക്ക് റിസൾട്ട് വേണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നോണ്ട് എന്തർത്ഥമുള്ളത്? മാഡം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ പലരും വിവരങ്ങൾ തരാൻ മടിക്കും. എപ്പോഴും എല്ലാവരോടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ലല്ലോ. അറിയാം മാഡം, നമുക്ക് സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഒഴിവാക്കാം. പലരും അതിൽ വിവരങ്ങൾ തരാൻ തയ്യാറായേക്കും. ശരി, എന്നാ പിന്നെ അത് വാങ്ങാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ശരി മാഡം. ധ്വനി ഇതുവരെ സ്കൂളിൽ പോ റെഡിയായില്ലേ? സമയത്രേ? ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇതെന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ ഫോണിൽ വരുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലുള്ള ഫോർവേഡിംഗ് പിക്ചേഴ്സില് സന്ദേശങ്ങള് കോഡുകളായി ടെററിസ്റ്റുകൾ കൈമാറിയിരുന്നു. ഇത് അതുപോലെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ അത്തരം മെസ്സേജ് ആണെങ്കിലേ അത് ഡീകോഡ് ചെയ്യാൻ ഒരു കീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതറിയാമെങ്കിലേ ഡീകോഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡീകോഡ് ചെയ്യാനുള്ള കീ കണ്ടുപിടിക്കാതെ ഇതിലവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലേ? ഇല്ല അഖിൽ, നീ നിന്റെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് ഇതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്ക. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇതൊരു നോർമൽ മെസ്സേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് കോംപ്ലിക്കേറ്റഡ്. നിസ്സാരമെന്ന് തോന്നിപ്പിച്ച് നമ്മളെ വഴിതെറ്റിപ്പിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മൾ ഇത് ഉടനെ ക്രാക്ക് ചെയ്തേ പറ്റൂ. ജോർജ് സർ ഇപ്പൊ വിളിക്കും. വി ഹാവ് ടു ആൻസർ. ഓക്കെ. സർ. ജഡി, ആ പെൻ ഡ്രൈവിലെ ഇൻഫർമേഷൻസ് കിട്ടിയോ? ഇല്ല സർ, അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വൈ ജഡി? നീഡ് സം മോർ ടൈം സർ. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ഓക്കെ ഓക്കെ, ഇന്ന് രാത്രി തന്നെ അത് ക്രാക്ക് ചെയ്ത് കിട്ടിയിരിക്കണം. ഒരു കാര്യം ചെയ്യ്, എനിക്ക് എന്റെ കോപ്പി സെൻഡ് ചെയ്യും. ഞാനും നോക്കാം. സർ. അഖിൽ, സാറിന് അതൊന്ന് മെയിൽ ചെയ്തേക്കൂ. ഓക്കെ. മോളെന്താ ഇത്രയും നേരമായിട്ടും സ്കൂളിൽ പോകാൻ റെഡിയാവാത്തെ? അങ്ങനെ മടി പിടിച്ചിരുന്നാ ശരിയാവില്ല കേട്ടോ. മിടുക്കി കുട്ടിയായിട്ട് സ്കൂളിൽ പോണം. എന്റെ ധ്വനി മോള് ഗുഡ് ഗേൾ അല്ലേ? ആ, അപ്പോ സ്കൂളിൽ പോയേ പറ്റൂ. എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു സംസാരം? ഇവക്ക് സ്കൂളിൽ പോണ്ടാന്ന്. ആ, അങ്ങനെ ഒരു കുഴപ്പം മോൾക്ക് ഇല്ലാത്തതാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? വെറുതെ മടി പിടിച്ചിരുന്ന് ഇവിടെ കളിച്ചു നടക്കാനാന്നേ. ഇവിടെ എല്ലാരും കൊഞ്ചിച്ചോണ്ട് നടക്കല്ലേ. ആണോ മോളെ? ആ, വാ മുത്തശ്ശി, മോളെ വേഗം റെഡിയാക്കാം. മിടുക്കിയായിട്ട് സ്കൂളിൽ പോണം കേട്ടോ.
പ്രത്യേകന എല്ലാം തികഞ്ഞ ആളെന്നായിരിക്കില്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധിക്കണം. നീ വെറുതെ മുത്തശ്ശന്മാരെ പോലെ എന്നെ ഉപദേശിക്കാതെ അഞ്ജു. ജീവിതത്തെക്കുറിച്ച് എനിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഒന്നിന്റെ പേരിലും പൃഥ്വിയോട് വഴക്കുണ്ടാക്കാൻ പോവില്ല. ആ അതൊക്കെ ഇപ്പൊ പറയും. കല്യാണം കഴിയുമ്പോ കാണാം നിന്റെ ഉള്ളില് പോസസീവ് പിശാശും സംശയം പറഞ്ഞൊക്കെ തലപൊക്കി വരുന്നത്. സ്നേഹമുള്ളടത്ത് കുറച്ച് പോസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതും പറഞ്ഞ് ഞാൻ വഴക്കൊന്നും ഇടില്ല. ഒരിക്കലും പൃഥ്വിയെ ഞാൻ സംശയിക്കുകയില്ല. അങ്ങനെയായി നിനക്ക് കൊള്ളാം. ഇതുപോലൊരു ബന്ധം നമുക്കിനി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ പൃഥ്വിക്ക് അങ്ങനെയല്ല. അയാൾക്ക് ഇതിലും നല്ല 100 ബന്ധങ്ങൾ കിട്ടും. അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ നല്ല പെൺകുട്ടികളുണ്ടെന്നൊക്കെ നീ തന്നെയല്ലേ പബ്ബിൽ നിന്ന് വന്നപ്പോ പറഞ്ഞത്. അതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത്. പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാലോ. വഴക്കൊന്നും ഉണ്ടാക്കാതെ നോക്കിയും കണ്ടും ജയിച്ചാ ഈ ജന്മം സുഖമായി കഴിയാം. ഒരുപാട് കാശുള്ള വീട്ടിൽ ജനിച്ചു വളർന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അയാളെ സ്വഭാവത്തിലുണ്ടാവും. അതൊക്കെ സ്നേഹത്തോടെ മാറ്റിയെടുത്ത് അയാളെ കൈവെള്ളയിൽ എടുക്കണം. അതൊക്കെ നിന്നെ എടുക്കാം. നീയൊന്ന് പോയെ. 10 കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള പോലെ അവളുടെ സംസാരം. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ നോക്കിക്കോ. പൃഥ്വിയെ ഞാൻ എങ്ങനെ എന്റെ കൈക്കുള്ളിലാക്കുമെന്ന് കാണിച്ചു തരാം. അത് മതി. വലിയ പൊസിഷനിലൊക്കെ ആയി കഴിയുമ്പോ പാവങ്ങളെ മറക്കാതിരുന്നാ മതി. ഒന്ന് പോടി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കണ്ണുണ്ടോ എനക്ക്? വസ്തു കളക്കാൻ വന്നാണാ? തറവാട് വകയൊന്നും അല്ലല്ലേ. അത് മാറിയെന്നൂടെ? ഓ ആയിക്കോട്ടെ. ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന കാശ് അയാൾ എടുത്തിട്ട് പോയത്. എന്റെ ലൈസൻസും ആധാറും എല്ലാം അതിനകത്തായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ പേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു തരണേ. എന്റെ പേഴ്സ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരണേ. അതെ, നിങ്ങൾ പേഴ്സ് വീട്ടിൽ നിന്ന് എടുത്തെന്ന് ഉറപ്പാണോ? അതേന്ന് കുറച്ചു മുമ്പ് ഞാൻ കൊണ്ട് കാശ് കൊടുത്തതാ.